ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മറിയത്തെക്കുറിച്ചുള്ള വിവരണം നോക്കാം. സ്വർലോകരാജ്ഞിയായ നമ്മുടെ അമ്മ, ഉത്ഭവഭാവം പോലുമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയത്തെ ഈശോയുടെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും ദൂതനെ അയച്ച ദൈവപിതാവ് അവളുടെ സമ്മതം ആരായുകയാണ് ആദ്യം ചെയ്തത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് പരിശുദ്ധ മറിയം. വിവാഹിതയാകാത്ത താൻ ഗർഭിണിയാണെന്ന് കാണപ്പെട്ടാൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ മറിയത്തിന് നേരത്തെ അറിയാമായിരുന്നു. താൻ വരിക്കാൻ പോകുന്ന ജോസഫിനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്ന ചിന്തയും പരിശുദ്ധ മറിയത്തെ വളരെയേറെ വിഷമിപ്പിച്ചിരിക്കാം. എന്നാൽ പരിശുദ്ധ മറിയം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് തൻ്റെ സങ്കടങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നേറുകയാണ്. ദൈവം ജോസഫിന് സ്വപ്നത്തിലൂടെ ദർശനം നൽകി ആ പ്രശ്നത്തെ ലളിതമായി പരിഹരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിക്കാം. ആ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.